എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് ചീരച്ചേമ്പ്. അതായത് നമ്മൾക്ക് ഇതിൻ്റെ ഇലയും തണ്ടുമാണ് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ചീരയൊക്കെ കറി വെക്കുമല്ലോ, ആ രീതിയിൽ കറി വെക്കുന്ന ഒരു സാധനമാണ് ചീരച്ചേമ്പ്. അവിടെ ഒരു ചെറിയ തൈയുണ്ട്. അപ്പോൾ ഇപ്പം മഴ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടി മുളച്ച് വരും. നമുക്കിപ്പം ഇനി ഇതെല്ലാം പറിച്ച് ചാക്കുകളിൽ നടണം. പിന്നെ ഇതിന് സാധാരണ ചേമ്പ് പോലെ കിഴങ്ങുണ്ടായിരിക്കത്തില്ല അടിയിൽ. ഇതിൻ്റെ ചെറിയ ചെറിയ തടകളായിരിക്കും. അത്തേന്നാണ് ഈ സംഭവം ഇങ്ങനെ അടിയിൽ നിന്ന് മുളച്ച് വരുന്നത്. ഇതിപ്പം വളരെ ചെറുതാണ് കേട്ടോ. ഇതിപ്പം വളരെ ചെറുതാണ്, വളമൊന്നും ഇടാതെ ഇങ്ങനെ നിന്നതാണ്. ഇതിപ്പം ഈ മഴ ഇങ്ങ് തുടങ്ങിയപ്പോൾ മുളച്ച് വന്നതാണ്. ഇതിൻ്റെ അടിയിൽ കിഴങ്ങൊന്നുമില്ല. നമ്മൾക്കിങ്ങനെ ഓരോ തടയെടുത്തിട്ട് ഓരോ ചാക്കിലൊക്കെ നട്ടു വെച്ചാൽ മതി. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് ഇതാണ് കേട്ടോ. ഇത് നോക്കുക, ഇങ്ങനെ ഇരിക്കും. ഇതാണ് അടിഭാഗം. ഇതിൻ്റെ തണ്ടടക്കം അവിടുന്ന് മുറിച്ചെടുത്തിട്ടാണ് കറി വെക്കുന്നത്. ഇനി ഇതിന് എല്ലാം ചാക്കിലെ മണ്ണടക്കം കുടഞ്ഞിട്ടിട്ട് ചെറിയ തട മാത്രമേ കാണുള്ളൂ, കിഴങ്ങൊന്നും ഇതിൻ്റെ അടി കാണത്തില്ല. അങ്ങനെ നമ്മൾ നേരെ നടുവാണ് ചെയ്യുന്നത്. ആഫ്രിക്കൻ മല്ലിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇലയുടെ ഷേപ്പ് ഇതായിരിക്കും. എത്ര വലുതായാലും ഷേപ്പ് ഇതായിരിക്കും. ഇതുണ്ട് ഇതിൻ്റെ ഈ പാറ്റേൺ, ഇതിൻ്റെ ഇലയുടെ ഇതൊന്നും കറി വെക്കാൻ എടുക്കാൻ കൊള്ളത്തൊന്നുമില്ല. അതായില്ല, വലുതല്ല. ഇത് തീരെ ചെറുതാണ്. ഇത് കുറച്ച് വളമൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇല, വലിയ ഇലയുണ്ടാവും. ഇതിൻ്റെ കൈക്കൊക്കെ നല്ല വണ്ണം വരും. അതുകൊണ്ട് ഇതിൻ്റെ തട കണ്ടോ, അത്തേന്ന് ഓരോന്ന്. ഇത് നടാനാണെങ്കിൽ നിങ്ങൾ എവിടുന്നേലും ഇതുണ്ടോ, ഇത്തരത്തേക്ക് കിട്ടും. അടിയിലോട്ട് വലിയ കിഴങ്ങൊന്നുമില്ല. ഇത് കൊണ്ടുപോയി നട്ടാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാകും. പിന്നെ അതിൽ ആ നടുന്നതിൻ്റെ അടുത്തായിട്ട്, മെയിൻ ചുവട് വരുന്നതിൻ്റെ അടുത്തായിട്ട് ഇത്തരത്തിലുള്ളത് കുഞ്ഞിതങ്ങ് മുളയ്ക്കും. അപ്പോഴിതാണ് ചീരച്ചേമ്പ്.